സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്ന കോർട്ടിസോൾ എങ്ങനെ കുറയ്ക്കാനാണ്. കോർട്ടിസോൾ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോണാണ്. നമ്മുടെ ബോഡി സ്ട്രെസ് ഒരു പ്രഷറിലുള്ളതാണൊക്കെ തോന്നും മിക്കപ്പോഴും. അത് എങ്ങനെ മാറ്റാമെന്നാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. ഫസ്റ്റത്തെ സൺലൈറ്റ് ആണ്. സൺലൈറ്റ് സയൻറ്റിഫിക്കലി മൂഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പ്രൂവൺ ആണ്. അപ്പോഴത്തേക്ക് സയൻറ്റിഫിക് കോർട്ടിസോൾ കുറയ്ക്കാൻ ടെസ്റ്റോസ്റ്ററോൺ കൂട്ടും, ഹോർമോൺ റെഗുലേഷനും നല്ലതാണ്. പിന്നുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ മുഖത്ത് കൊള്ളാതിരിക്കുക. ഞാൻ മുഖത്താണ് കൊള്ളുന്നത്, അതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. അതാകുമ്പം ഫേസ് ഫുള്ള് ടാനാകാതെ നോക്കാൻ പറ്റും. സോ വൈറ്റമിൻ D3 റെഗുലേറ്റ് ചെയ്യുക സൺലൈറ്റിലൂടെ. സൺലൈറ്റ് കൊള്ളാൻ നേരത്ത് പറ്റുവാണെങ്കിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക, അത് ഇച്ചിരി കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പുറത്ത് പോകുന്നതാണ്. ടച്ച് ഗ്രാസ് എന്നൊക്കെ പറയും. ഇപ്പം മീമിലൊക്കെ കാണത്തില്ല ഇങ്ങനെ ടച്ച് ഗ്രാസ്. ഈ വീടിൻ്റെ അകത്ത് തന്നെ എത്ര നേരം ഇരിക്കും. വീടിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി ജസ്റ്റ് നേച്ചറിലേക്ക് ഒന്ന് പോകുന്ന നേരത്ത് നമ്മുടെ സ്ട്രെസ് നല്ല രീതിക്ക് കുറയ്ക്കും. പറ്റുവാണെങ്കിൽ ഒരു ഈവനിങ് വാക്ക് കണക്കോ അല്ലെങ്കിൽ മോർണിംഗ് വാക്ക് കണക്കോ ജസ്റ്റ് ഫോണൊന്നും ഇല്ലാതെ നടന്ന് തെക്കോടൊക്കെ നടന്നിട്ടൊക്കെ വരണം. അതൊക്കെ നല്ലൊരു സ്ട്രെസ് റിലീവറാണ്. മൂന്നാമത്തെയാണ് ഉറക്കം ഞാൻ മിക്ക വീഡിയോയിലും ഉറക്കത്തിൻ്റെ കാര്യം ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടെ ഷോർട്ടാക്കി പറയും. ഇത് മൂന്നാമത്തെ തൊട്ടാന്ന് തോന്നുന്നു. ഒരേ സമയത്ത് കിടക്കുകയും ചെയ്യണം, എണീക്കുകയും ചെയ്യണം. എണീക്കാൻ നേരത്ത് അലാറം വെക്കല്. പിന്നെ കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും ലാസ്റ്റ് മീൽ കഴിക്കാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ. ഇത് മൂന്നും ഒപ്റ്റിമൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് നല്ല രീതിക്ക് കുറയുന്നതാണ്. പിന്നെ മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ. ബ്രെത്ത് വർക്ക് അതും വളരെ ഹെൽപ്ഫുള്ളാണ് സ്ട്രെസ് റിലീവ് ചെയ്യാൻ. ഓക്കെ, അത്രേ ഉള്ളൂ.